ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒരു അവസാനം കുറിക്കും, ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന പ്രതീക്ഷ ലോകത്ത് ശക്തമാകുന്നതിനിടയിലാണ് തെക്കൻ ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. തെക്കൻ ഇറാനിലെ പല കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. ഇറാന്റെ ബോട്ടുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായി. അങ്ങനെ കുറെ അധികം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത് സമാധാന ശ്രമങ്ങൾക്കും വെടിനിർത്തൽ നീക്കങ്ങൾക്കും ഒക്കെ വീണ്ടും തുരങ്കം വെക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ശക്തമായിട്ടുള്ള ഉയരുന്ന ഒരു ഘട്ടമാണ്. ഇതിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആശങ്കകളൊക്കെ അടിസ്ഥാനരഹിതമാണ്, എന്ത് തന്നെയാണെങ്കിലും ഇറാനുമായുള്ള ഒരു സമാധാന ഡീലിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഉറപ്പ് വീണ്ടും നൽകിയിരിക്കുകയാണ്. ആക്രമണങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ്, എങ്കിലും കരാറുകൾ കൃത്യമായി മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതിലേക്കായിട്ടുള്ള നീക്കങ്ങൾ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് ഇറാനിയൻ പ്രതിനിധി സംഘം ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ നടന്നതെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, ഈ ആക്രമണങ്ങൾക്കിടയിൽ ഫാർസ് പ്രൊവിൻസിലെ ഒരു സ്പോർട്സ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ചെറിയ വോളിബോൾ പ്ലെയേഴ്സ് അടക്കം, ടീനേജുകാരായിട്ടുള്ള വോളിബോൾ പ്ലെയേഴ്സ് അടക്കം 24 സിവിലിയൻസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് യുദ്ധ കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നതും അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഇത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്രമണമാണ്, അത് സമാധാന കരാറുകളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു വശത്ത് സമാധാന നീക്കങ്ങൾ നടത്തുന്നതിനോടൊപ്പം മറുവശത്ത് ആക്രമണം ഇന്റൻസിഫൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമേരിക്ക മാത്രമല്ല, ലബനോനിൽ പ്രത്യേകിച്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഇനി എങ്ങനെയാണ് സമാധാന നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഏത് തരത്തിലായിരിക്കും ഇറാന്റെ പ്രതികരണം ഉണ്ടാവുക എന്നതാണ് ആകാംക്ഷയോടെ ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള അസ്വാസ്ഥ്യവും നമ്മുടെയൊക്കെ ജീവിത മാർഗങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായതിനാൽ, ഒരുപാട് ആളുകളുടെ ജോലി സ്ഥിരത അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളതിനാൽ, നമ്മുടെ സമാധാനത്തെ ബാധിക്കും എന്നുള്ളതിനാൽ ഓരോ നീക്കങ്ങളും വളരെ ആശങ്കയോടെയാണ് മലയാളി സമൂഹം ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് മേഖലയിൽ ഉടനീളം ആളുകൾക്ക് ഇപ്പോഴുള്ളത്. പെരുന്നാളുമായി ബന്ധപ്പെട്ട ദിനങ്ങളും അവധികളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായ തിരക്കുകളിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലും ആഘോഷത്തിന്റെ അന്തരീക്ഷത്തിലും ഒക്കെയാണ് ഇനി വിശ്വാസ സമൂഹം കടന്നു പോകുന്നത്. ഇന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, സൂര്യാഘാതത്തിനടക്കം സാധ്യതയുള്ള കനത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അപ്പോൾ സൂര്യാതപം അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം. സൂര്യാഘാതത്തിന് സാധ്യതയുണ്ട്. ആളുകൾ ധാരാളം വെള്ളം കുടിക്കണം. അതടക്കമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ അധികൃതർ നൽകുന്നുണ്ട്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങൾ പലർക്കും 9 ദിവസത്തെ അവധിയൊക്കെ ലഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അവധി എടുക്കുകയാണെങ്കിൽ നേരിട്ട് 9 ദിവസത്തെ നീണ്ട അവധി ലഭിച്ചിട്ടും നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രവാസികൾ ഇപ്പോൾ നേരിടുന്നത്. വലിയ രീതിയിൽ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. പലരും പറയുന്നത് 45% വരെ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ ഇന്നലെ 2000 ദിർഹം ആയിരുന്നു ഇന്നലെ വൺ വേ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിലെത്താൻ വേണ്ടി മാത്രം എത്ര രൂപ ചെലവാകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പല ഇന്ത്യൻ കമ്പനികളും പൂർണ്ണമായ രീതിയിൽ വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. അപ്പൊ സീറ്റുകളുടെ കുറവുണ്ടാകും. യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റ് വർദ്ധിക്കാത്തത് ഡിമാൻഡ് കൂട്ടുന്നു. ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ, അതൊക്കെയാണ് ടിക്കറ്റ് നിരക്കിനെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലേക്ക് പോകാൻ ഈ അവധി സമയത്ത് ആളുകൾക്ക് എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്കൊരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയകളിലടക്കം ജനങ്ങളുടെ മനസ്സിൽ അത്രയധികം ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ദുബായിയുടെ കിരീടാവകാശിയും UAE പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെയായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ. അദ്ദേഹം സോഷ്യൽ മീഡിയകളിലെയും വലിയ സ്റ്റാറാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടാൽ അത്രയധികം ആളുകളാണ് അതിനെ ഇഷ്ടപ്പെടുന്നതും അതിനെ ഷെയർ ചെയ്യുന്നതും ഒക്കെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റും അത്രയധികം ജനപിന്തുണയാണ് നേടിയിരിക്കുന്നത്. ആകാശത്ത് നിന്നുള്ള അതിസാഹസികമായ സ്കൈ ഡൈവിംഗ് ദൃശ്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. മേഖലയിൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഇത്തരത്തിലുള്ള അഡ്വഞ്ചറസ് കായിക വിനോദങ്ങൾ ദുബായിൽ പുനരാരംഭിച്ചതിന്റെ സൂചന നൽകിയാണ്
ഏപ്രിൽ 20 ഷെയ്ഖ് ഹംദാൻ ഒരു സ്കൈ ഡൈവിംഗ് ചിത്രം പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ചിത്രത്തിന് പകരം ആകാശത്ത് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം നടത്തുന്ന അതിവേഗ അഭ്യാസ പ്രകടനങ്ങളുടെ ആവേശകരമായിട്ടുള്ള വീഡിയോയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആരാധക പ്രതികരണമാണ് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്.